ഒരു യാത്ര പോയാലോ? നാടൻ ഭാഷയിൽ സർക്കീട്ട് എന്ന് പറയും. തലസ്ഥാനത്തേക്കാണ്. നഗരത്തിന്റെ തിരക്കിൽ നിന്നകന്ന സഹ്യാദ്രിയുടെ തണലിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരിടമുണ്ട്. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നും 6 കിലോമീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്താൽ കാനനപാതകൾ അവസാനിക്കുന്ന ചോനാമ്പാറ. അഗസ്ത്യാർകൂടത്തിലെ താഴ്വരകളിൽ പ്രകൃതി ഒരുക്കിയ ഈ ഗ്രാമം വന്യമായ സൗന്ദര്യത്തിന്റെയും ശാന്തതയുടെയും പര്യായമാണ് എന്ന് കൂടി പറയാം. നമ്മുടെ അഷിൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആധുനികതയുടെയും ആധുനിക മനുഷ്യനുമുള്ള അതിരാണ് എനിക്ക് പിന്നിലുള്ളത്. ഈ അതിരിനപ്പുറം കാടിനെ ഭയന്നും ഭയപ്പെടുത്തിയും ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ആ മനുഷ്യരിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ആധുനിക മനുഷ്യന്റെ പാദസ്പർശമേൽക്കാൻ പാടില്ലാത്ത വനസ്ഥലി, ഗവേഷണത്തിന്റെയും ടൂറിസത്തിന്റെയും പേരിൽ അശുദ്ധമാകാൻ പാടില്ലാത്ത വിശുദ്ധയിടം, പുറം ലോകത്തിന്റെ കപടതകളെത്താത്ത അഗസ്ത്യമലയുടെ വനത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ചോനാമ്പാറ. വരിവരിയായി നിൽക്കുന്ന മലനിരകൾ, അവയ്ക്കു മുകളിൽ പഞ്ഞക്കെട്ട് പോലെ നീങ്ങുന്ന മേഘക്കൂട്ടം, തല ഉയർത്തി നിൽക്കുന്ന വൻമരങ്ങൾ, അവയ്ക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശവും, ചതുപ്പ് നിലങ്ങളും നീർച്ചാലുകളും നിറഞ്ഞ പാതയിലൂടെയുള്ള യാത്രയിൽ വന്യമൃഗ സാന്നിധ്യവും പച്ചപ്പിന്റെ ഗന്ധവും നമ്മെ അനുഗമിക്കുന്നു. ഇവിടുള്ള ചെറിയ പുൽനാമ്പിനും വൻമരങ്ങൾക്കും പറയാനുള്ളത് 100 കഥകളാണ്. ഒരുപക്ഷെ ആധുനിക യുഗത്തിൽ മനുഷ്യൻ മറന്ന എന്നും ഓർമ്മിക്കേണ്ട കഥകൾ. കാടിന്റെ തുടിപ്പറിയുന്ന കാണിക്കാർ എന്ന ഗോത്രവിഭാഗമാണ് ചോനാമ്പാറയുടെ അവകാശികൾ. പ്രകൃതിയെ ദൈവമായി കാണുന്ന ഇവർ തങ്ങളുടെ ആചാരങ്ങളും ഗോത്രഭാഷയും തനിമ ചോരാതെ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. ഇവിടെ 100 മേളിലോട്ട് കുടുംബങ്ങളുണ്ട്. കൃഷി തന്നെയാണ് പ്രധാന വരുമാന മാർഗം. മഞ്ഞൾ, കുരുമുളക്, ഏലം അതെല്ലാം കൃഷി ചെയ്യും. ആനയുണ്ട്, പോത്തുണ്ട്, പന്നി, അങ്ങനെ കുറേ കേഴമാൻ, അങ്ങനെയുള്ള കുറേ കാട്ട് മൃഗങ്ങളുണ്ട്. കടുവ ഉണ്ട്. ഇങ്ങോട്ട് വരും. കൂടുതൽ അധികമായിട്ട് വരാറില്ല. ആനയാണ് കൂടുതൽ. നമ്മളൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ അവർ വന്നാലും നമുക്ക് എങ്ങനെ പ്രതിരോധിക്കണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് ജീവിച്ച്. ഔഷധ സസ്യങ്ങളുടെയും അപൂർവ സസ്യജാലങ്ങളുടെയും കലവറയാണ് ചോനാമ്പാറ. ആരോഗ്യപ്പച്ചയുടെ ഗുണങ്ങൾ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയത് ചോനാമ്പാറയിലെ കാണി വിഭാഗക്കാരാണ്. ചോനാമ്പാറ വെറുമൊരു സ്ഥലമല്ല, അത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തിന്റെ അടയാളമാണ്. അവിടെ മരങ്ങൾ മന്ത്രിക്കുന്നത് കാടിന്റെ രഹസ്യങ്ങളാണ്. മനുഷ്യർ ജീവിക്കുന്നത് ആ മന്ത്രങ്ങൾക്കൊപ്പമാണ്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.